പോകുന്നത് ഇന്നത്തെ പണിമുടക്കിന്റെ വാർത്തയിലേക്ക് തന്നെയാണ്. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 4 തൊഴിൽ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ പണിമുടക്കുന്നത്. ബസ്, ഓട്ടോ, ടാക്സി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. പണിമുടക്കിന് സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ, മലപ്പുറത്ത് നിന്ന് CV അനുമോദ്, കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് എന്നിവർ ചേരുന്നുണ്ട്. ഒപ്പം ശരണ്യ സ്നേഹജനും S വിനീഷും ശശിനാരായണനും ജയരാജ് ബത്തേരിയും ഒക്കെ ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്ത് ഡാൻ കുര്യനിലേക്ക് പോകേണ്ടതുണ്ട്. ഡാൻ, ഇപ്പോൾ പണിമുടക്ക് ആരംഭിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. അപ്പോഴും പണിമുടക്ക് എത്രത്തോളം ആളുകളെ ബാധിക്കുന്നു എന്നുള്ളതിലൊക്കെ ഒരു വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം എല്ലാവരും ഇപ്പോൾ നേരം വെളുത്ത് പുറത്തിറങ്ങാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. നിലവിലെ സാഹചര്യം എന്താണ്? ഞാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ്. ഇവിടെയൊക്കെ ഭാഗികമായി മാത്രമേ ഈ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചിട്ടുള്ളൂ എന്ന് വേണം പറയാൻ. കാരണം KSRTC വാഹനങ്ങൾ ഓടുന്നില്ല എങ്കിലും പോലീസ് ബസ്സുകളിൽ ഇവിടേക്ക് എത്തുന്ന യാത്രക്കാരെ അടക്കം അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ഓട്ടോകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. ചെറിയ ഹോട്ടലുകളടക്കം ചെറിയ ചില സ്ഥാപനങ്ങൾ പല ഒറ്റപ്പെട്ട ഇടങ്ങളിലായി തുറന്നിട്ടുണ്ട്. വാഹനങ്ങൾ രാവിലെ മുതൽ തുടർച്ചയായി ഇതുവഴി ഓടുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സാധാരണയായി ഇത്തരം പണിമുടക്കുകൾ ബന്ധായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇന്ന് വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ നിരത്തുകളിലൂടെ ഓടുന്നു. പ്രത്യേകിച്ച് MG റോഡിലൂടെയും മറ്റും വാഹനങ്ങൾ നിരവധി ഓടുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങളും അല്ലാത്തവയും പോകുന്നുണ്ട്. നേരത്തെ ഈ എയർപോർട്ട് അതോടൊപ്പം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങളിലൊക്കെ നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന പതിവ് കാണുന്നതാണ്. പക്ഷേ അങ്ങനെ സ്റ്റിക്കറുകളൊന്നും ഒട്ടിക്കാതെ തന്നെ വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കുന്നു. അതിന് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം 10:30-ഓടെ ഈ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് തൊഴിലാളികൾ സംഘടിച്ച് എത്തുന്ന ഒരു സമയമാണത്. ആ സമയമാകുമ്പോൾ ഇങ്ങനെ വാഹനങ്ങൾ ഇപ്പോൾ പോകുന്ന പോലെ നിരത്തുകളിൽ വീണ്ടും ഓടാൻ തുടങ്ങിയാൽ അതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ, അതായത് കിഴക്കേക്കോട്ട അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. മറ്റ് അക്രമ സംഭവങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനായി ഈ ഇങ്ങനെ പണിമുടക്കാണെന്നറിയാതെ ഇവിടേക്ക് എത്തപ്പെടുന്നവരും ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഈ 6 മണിക്കൂർ പിന്നിടുമ്പോൾ ഈ തമ്പാനൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഭാഗികമായി മാത്രമാണ്, അതായത് വാഹനങ്ങൾ ഓടുന്നതിന് ഭാഗികമായി മാത്രമേ പണിമുടക്ക് ബാധിച്ചിട്ടുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓട്ടോകളിലൊക്കെ ആളുകൾ മടങ്ങുന്നത്, അതായത് അവിടെ ട്രെയിനിൽ വന്നിറങ്ങി പോകുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷേ പൂർണ്ണമായ ഒരു ബന്ദിൻ്റെ സ്വഭാവം ഈ പണിമുടക്കിന് ഇതുവരെ കൈവന്നിട്ടില്ല. പക്ഷേ അത് കൈവരാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. കാരണം നമുക്കറിയാം, ട്രേഡ് യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം അതിനുള്ള സമയമാകുന്നതേ ഉള്ളൂ. അപ്പോൾ മാത്രമേ ഏത് തരത്തിലാകും ഇത്തരത്തിൽ വാഹനങ്ങൾ പോകുന്നതിനോട്, സ്വകാര്യ വാഹനങ്ങളും അല്ലാത്തവയുമൊക്കെ യാത്ര ചെയ്യുന്നതിനോടുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ് എന്ന കാര്യത്തിലൊരു വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് നിരവധി ആളുകളാണ് ഇപ്പോൾ സാധാരണയായി ട്രെയിൻ വന്നിറങ്ങിയാൽ എങ്ങനെയാണോ അതുപോലെ തന്നെ വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചില ആളുകളുടെ പ്രതികരണത്തിലേക്കൂടെ പോകാം. അപ്പോൾ ഏത് തരത്തിലാകും അവരെ ഈ പണിമുടക്ക് ബാധിച്ചേക്കുന്നതെന്നറിയാം. എവിടെ നിന്നാണ് വരുന്നത്? നമ്മളെ പയ്യന്നൂർ. എവിടെ പോകാനാ? ഇവിടെ കണ്ണൂരിൽ നിന്നൊക്കെ ട്രെയിനിൽ വന്നിറങ്ങുന്ന ആളുകളാണ്. അവർ കൃത്യമായി, അതായത് ഈ ഓട്ടോയും മറ്റ് വാഹനങ്ങളുമൊക്കെ പോലീസ് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ബസ്സിൽ ഇവിടെ നിന്ന് RCC ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തടസ്സം കൂടാതെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ കഴിയുമെന്നൊരു ആശ്വാസത്തിലാണ് യാത്രക്കാരടക്കം ട്രെയിനുകളിൽ വന്ന് തമ്പാനൂരിൽ ഇറങ്ങുന്നത്. അതേസമയം KSRTC സർവീസുകൾ അവിടെ നിന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ട്രെയിൻ സർവീസുകൾ ഉണ്ടെങ്കിലും KSRTC സർവീസുകൾ നടത്തുന്നില്ല. ചേട്ടാ എവിടുന്ന വരുന്നത്? കോഴിക്കോട്. സമരമാണെന്ന് അറിഞ്ഞിരുന്നില്ലേ? അപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ഇവിടെ വണ്ടിയുണ്ടോ? ഓക്കെ.
അപ്പോൾ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ യാത്രക്കാർ പതിവ് പോലെ തന്നെ തലസ്ഥാനത്തേക്ക് തമ്പാനൂരിൽ ട്രെയിൻ ഇറങ്ങുന്നു. ഇവിടെ നിന്ന് വാഹനങ്ങളിൽ മടങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങളും അവർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണയായി ബന്ദിൻ്റെ സ്വഭാവം കൈവരിക്കുന്ന പണിമുടക്ക് അത്തരത്തിൽ ജനജീവിതത്തെ ദുസ്സഹമായി ബാധിച്ചിട്ടില്ല ഈ മണിക്കൂറിൽ. പക്ഷേ വരുന്ന സമയങ്ങളിൽ ഏത് തരത്തിലാകും ഇതിൻ്റെ സാഹചര്യങ്ങൾ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പത്തിലധികം ദേശീയ ട്രേഡ് യൂണിയനുകളാണ് ദേശീയ തലത്തിൽ ഈ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്, അതായത് ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. BMS ഒഴികെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളും ഇതിൻ്റെ ഭാഗമാകുന്നുമുണ്ട്. ഏറ്റവും പ്രധാനമായി 3 കാര്യങ്ങളാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. അതിലൊന്ന് പ്രധാനമന്ത്രി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, അതോടൊപ്പം തന്നെ ഈ ലേബർ കോഡുകൾ, തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ അത് പിൻവലിക്കുക, അതോടൊപ്പം ബജറ്റിലെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പുനഃപരിശോധിക്കാൻ തയ്യാറാകുക. ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധ മാർച്ച് അത് സംഘടിപ്പിക്കുന്ന 10:30 കഴിഞ്ഞുള്ള സമയത്ത് ഏത് തരത്തിലാകും ഇത്തരത്തിൽ നിരത്തുകളിൽ വാഹനങ്ങൾ ഓടുന്നതിനോടും ഓട്ടോകളൊക്കെ സർവീസ് നടത്തുന്നതിനോടും തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധമെന്ന് അറിയാൻ കഴിയും. ഏത് തരത്തിലാകും വരെ അതിനോട് പ്രതികരിക്കുക എന്നറിയാൻ കഴിയും. നിലവിൽ ഭാഗികമായി മാത്രമേ ഈ പണിമുടക്ക് തലസ്ഥാനത്ത് ഈ വാഹന ഗതാഗതത്തെ അടക്കം ബാധിച്ചിട്ടുള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ശരി, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് പോകുമ്പോൾ കൊച്ചിയിൽ നിന്നും ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് ഈ പണിമുടക്കിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, പണിമുടക്കിപ്പോൾ കൊച്ചിയിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ തന്ന വിവരം അനുസരിച്ച് അങ്ങനെ തിരുവനന്തപുരത്തെ നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലൊന്നും പണിമുടക്ക് അങ്ങനെ ബാധിച്ചിട്ടില്ല. വാഹനങ്ങളൊക്കെ പുറത്ത് ഇറങ്ങി ഓടുന്നുണ്ട്. എന്താണ് കൊച്ചിയിലെ നിലവിലെ സാഹചര്യം? ഇതില് തിരുവനന്തപുരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം എന്ന് തന്നെയാണ് കൊച്ചിയിലെയും. നേരത്തെ ഡാന്റെ വിവരണം കേൾക്കുമ്പോൾ അത് തന്നെയാണ് കൊച്ചിയിലും അനുഭവപ്പെടുന്നത്. കാരണം ഒരു പുലർച്ചയിലേക്ക് അത് പിന്നിടുന്നതേ ഉള്ളൂ. സാധാരണഗതിയിൽ കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും ഈ പ്രകടനവും പ്രതിഷേധവും കാര്യങ്ങളും എല്ലാം തന്നെയുള്ളത്. പക്ഷേ ഇപ്പോൾ സാധാരണ പുലർച്ചെ അധികം സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങാത്തതാണ്. ഒപ്പം തന്നെയും ടാക്സി വാഹനങ്ങളും ഒട്ടും തന്നെ ഈ പണിമുടക്കിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്നെല്ലാം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കുറവായിട്ടായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. പക്ഷേ നിലവിലെ ഒരു സ്ഥിതിയിൽ നിരവധിയായ ഓട്ടോ ടാക്സി സർവീസുകൾ നടത്തുന്നുണ്ട്. അത് കാറാണെങ്കിലും ഓട്ടോറിക്ഷ ആണെങ്കിലും നിരവധി നമ്മൾ ഈ പൊതുനിരത്തിൽ നിൽക്കുമ്പോൾ നിരവധിയായ വാഹനങ്ങൾ നമുക്ക് കാണാം. മറ്റ് ഈ കടകളെല്ലാം തുറക്കുന്ന സമയങ്ങൾ, ഈ കമ്പോളങ്ങളിൽ ഒരു സമയമാകുന്നതേ ഉള്ളൂ, തുറക്കാനായിട്ടുള്ളൊരു സമയമാകുന്നതേ ഉള്ളൂ. സ്വകാര്യ വാഹനങ്ങൾ നിരവധിയായ രീതിയിലേക്ക് നിരവധിയായി സർവീസുകൾ നടത്തുന്നു എന്നത് തന്നെയാണ്. ഒപ്പം നമ്മളുടെ ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചുകൊണ്ടും ടാക്സി സർവീസുകളും ഉണ്ട്. അപ്പോൾ ബാധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്ന് വെച്ചാൽ സ്വകാര്യ ബസ്സുകളടക്കം ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം വിവിധ ട്രേഡ് യൂണിയനുകൾ, BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ ഇതിൽ ഭാഗഭാക്കാകുന്നു എന്നതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് കൊച്ചിയിലെ വലിയൊരു വിഭാഗം നഗരത്തിലേക്ക് വരുന്നതും പോകുന്നതും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത് തീർച്ചയായും തന്നെ അങ്ങനെയൊരു അസൗകര്യം ബാധിക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. മെട്രോ സർവീസുകൾ ഉള്ളതിനാൽ ഒരു പരിധിവരെയെങ്കിലും അത് മറികടക്കാൻ കഴിയും. പക്ഷെ അതൊരു നഗര കേന്ദ്രീകൃതമായ ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ ഒരു ഇതിൽ പങ്കെടുക്കുന്നതിൽ വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടിലേക്ക് വരാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നു എന്നതാണ്.